ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാഞ്ചായി മാറിയത് വളരെ അടുത്ത കാലത്താണെങ്കിലും ഇന്ത്യയിൽ വളരെ പുരാതനമായി തന്നെ ബിസിനസ് നടന്നിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയില് വ്യാപാര കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കൃഷി മാത്രമല്ല, പുസ്തകങ്ങളും എഡ്യൂക്കേഷനും അതേപോലെ പലതരത്തിലുള്ള കല്ലുകൾ, പല രീതിയിലുള്ള തുറമുഖ കേന്ദ്രങ്ങൾ ഒക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളുടെ ചില പേരുകൾ ഞാൻ നിങ്ങളോട് പറയാം. അതിലൊന്നാണ് പാടലിപുത്ര, ഇന്ന് പാട്ന എന്ന് അറിയപ്പെടുന്നു. ഈ പാട്നയിൽ, ബീഹാറിന്റെ തലസ്ഥാനമാണ് പാട്ന എന്ന്, അല്ലെങ്കിൽ പാടലിപുത്രത്തില് ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് പലതരത്തിലുള്ള കല്ലുകൾ കയറ്റുമതി ചെയ്യുന്ന ഒരു നഗരമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു. അതിലെ പെഷവാർ, സൂററ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ തുണിത്തരങ്ങളും കമ്പിളി വസ്ത്രങ്ങളുമൊക്കെ കയറ്റുമതി ചെയ്തിരുന്ന ഒരു കേന്ദ്രമായിരുന്നു. നളന്ദ, തക്ഷശില തുടങ്ങിയ കേന്ദ്രങ്ങൾ പഠന കേന്ദ്രങ്ങളും പഠനം അല്ലെങ്കിൽ വിജ്ഞാനം വിറ്റഴിച്ചിരുന്ന സ്ഥലങ്ങളും ആയിരുന്നു. അതേപോലെ ഇന്ദ്രപ്രസ്ഥ, മധുര തുടങ്ങിയ വാണിജ്യ കേന്ദ്രങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ വളരെ പണ്ട് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം, മിഥില, കാഞ്ചി, അല്ലെ, കാഞ്ചിയിലെ തുണിത്തരങ്ങള്, മധുര, രണ്ട് സൈസ് മധുരയുണ്ട്. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായ ഒരു മധുരയുണ്ട്, അത് നാതിരിച്ചിരുന്ന ധായാണ്. അവിടെ മധുരയില് ഈ മത്സ്യബന്ധനവും അതേപോലെ ഈ മുത്തുക്കള്, വജ്രങ്ങള് ഒക്കെ ധാരാളം കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാണിജ്യ മേഖല എന്ന് പറയുന്നതിൽ ഇന്ത്യക്കുള്ള സംഭാവന വളരെ വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ പല വലിയ വൻകിട കമ്പനികളുടെയൊക്കെ ചെയർമാൻമാരായി, സിഇഒമാരായി നിൽക്കുന്നതൊക്കെ പല ആൾക്കാരും മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഒക്കെ ധാരാളമുണ്ട്. ഇപ്പൊ ബിസിനസ് എന്ന് പറയുന്ന, വാണിജ്യം എന്ന് പറയുന്നത് രക്തത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. അല്ലാതെ ഇത് വിദേശികളുടെ ഒരു കുത്തകയൊന്നുമല്ല. വിദേശികൾ ഇവിടെ വന്ന് ധാരാളം ഇവിടുത്തെ സാധനങ്ങൾ ഇവിടുന്ന് കച്ചവടം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. എങ്കിലും ബിസിനസിനെ കുറിച്ച് ലോകമറിയുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് ചെയ്ത് ശീലിച്ചവരാണ് ഇന്ത്യക്കാർ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെ? പിന്നെ ഞാൻ നമ്മുടെ ടോപ്പിക്കിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് തന്നെ നേരിട്ട് കടക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ, ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പൊ രണ്ടാമത്തെ എന്തായിരിക്കും? അത് തന്നെ, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാമ്പത്തികം. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തുമായി ബന്ധമില്ലാത്ത ആക്ടിവിറ്റീസ്, നമ്മൾ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് പറയും. അപ്പൊ മാനുഷിക പ്രവർത്തനങ്ങളെ, മനുഷ്യ പ്രവർത്തനങ്ങളെ രണ്ടായി തരംതിരിക്കാം എന്നതോടെയാണ് നമ്മുടെ ഈ പാഠം ആരംഭിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഒരു ഇൻട്രൊഡക്ഷൻ പേരാണ്, ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നാണ് ഒന്നാമത്തെ പാഠത്തിന്റെ പേര്. അപ്പോ ആ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ആ മൂന്ന് കാര്യങ്ങളും പഠിക്കുമ്പോൾ ആണ് അത് തീരുക. അപ്പൊ അത് പഠിക്കേണ്ട കാര്യം, ഒന്ന് ബിസിനസ്, രണ്ട് ട്രേഡ്, മൂന്ന് കൊമേഴ്സ്. ഈ മൂന്ന് ടേമുകൾ എന്താണ് എന്ന് പരിചയപ്പെടുകയാണ് ബിസിനസ് പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് വേണ്ട സാധനം എന്ന് നിങ്ങൾക്കറിയാം. ഈ മൂന്ന് പദങ്ങളും നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ ഡെഫിനേഷൻസ് എന്താണ്, അതിലെ പല ടൈപ്സ് ഏതൊക്കെയാണ്, ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇത് മൂന്നും ഒന്നാണ് എന്നൊക്കെ തോന്നാം. പക്ഷെ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും തമ്മിൽ വളരെ വ്യക്തമായ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ്, രണ്ട് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നും, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നും പറയും. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്ത് നേടുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത, അവിടെ മോണറ്ററി ബെനിഫിറ്റ്സ് ആണ് വേണ്ടത്. സാമ്പത്തിക നേട്ടം, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രമാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരിക. അല്ലെ, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, നമ്മൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്ത് പണം പറ്റാം. അപ്പൊ എന്തു പ്രവർത്തികൾ ചെയ്താലും അതിൽ നിന്ന് പണം കിട്ടണം എന്ന് പറയുന്ന ആഗ്രഹത്തോടെ ചെയ്യുന്ന, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതോ ഓട്ടോയാകട്ടെ, ഒരു ടാക്സി ആകട്ടെ, ഒരു പഴക്കടയാകട്ടെ, ഒരു വലിയ ബിസിനസ് സ്ഥാപനമാകട്ടെ, തുണിക്കടയാകട്ടെ, TV കടയാകട്ടെ, ഒരു സ്കൂളാകട്ടെ, പ്രത്യേകിച്ച് എയ്ഡഡ് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് സ്ഥാപനത്തോടു കൂടി മാനേജ്മെന്റുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ. അപ്പൊ ഇതൊക്കെ പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അല്ലാതെ മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പൊ സാമ്പത്തിക നേട്ടത്തിനല്ലാതെ മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടോ? ഉണ്ട്. സാമ്പത്തിക നേട്ടത്തിനല്ലാതെ ചില മാനസിക സംതൃപ്തിക്ക് വേണ്ടി, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ചിലപ്പോ അതില് മതപരമായ ചില ഒബ്ലിഗേഷൻസ് വരാം, റിലീജിയസ് ഒബ്ലിഗേഷൻസ് വരാം, അല്ലെങ്കിൽ ചില സെന്റിമെന്റ്സ്, ലവ്, ഫീലിംഗ്, സിമ്പതി, പാട്രിയോട്ടിസം തുടങ്ങിയ ചില പ്രവർത്തനങ്ങൾ വരാം. അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചെയ്യുന്ന പോലെ സാമൂഹ്യ നന്മ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ കാണാം. അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, പകരം
അവര് സമൂഹത്തിനോടുള്ള ഒരു കടപ്പാട്, ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ, സഹജീവികളോടുള്ള സ്നേഹം എന്നുള്ള രീതിയിൽ, അവരുടെ മാനസികമായ സന്തോഷത്തിന് വേണ്ടി, അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the activities undertaken by people with the object of earning money. ഒന്നുകൂടെ പറയാം: activities undertaken by people with the object of earning money. പണം സമ്പാദിക്കണം, പണം നേടണം എന്ന് പറയുന്ന ഒബ്ജക്റ്റോടുകൂടി, എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി, എന്ന ഒബ്ജക്റ്റീവോടുകൂടി ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പൊ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താ? ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ പീപ്പിൾ വിത്ത് ദ മോട്ടീവ് ഓഫ് ഗെറ്റിംഗ് psychological satisfaction or out of sentiments or out of religious obligations. മതപരമായ ചുമതലകൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സന്തോഷത്തിന് വേണ്ടി, മാനസികമായ സംതൃപ്തിക്ക് വേണ്ടി ഒരു വ്യക്തി, ഒരു ജനം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ എന്ന് നോക്കുക. അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: എക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. മനുഷ്യ പ്രവർത്തനങ്ങളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം: സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും സാമ്പത്തികേതര പ്രവർത്തനങ്ങളെന്നും. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പത്ത് സമ്പാദിക്കുക, സമ്പത്ത് നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഉദാഹരണം: അഭിഭാഷകന്റെ ജോലി, ഗുമസ്തന്മാരുടെ ജോലി, ദൈനംദിന തൊഴിലാളികൾ, ടാക്സി ഓടിക്കുന്നവർ, കച്ചവടം നടത്തുന്നവർ, ഇതെല്ലാം അതിന് ഉദാഹരണമായി വരും. രണ്ടാമത് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, മാനസികമായ സംതൃപ്തി, അല്ലെങ്കിൽ വികാരങ്ങൾ, അല്ലെങ്കിൽ മതപരമായ ബാധ്യതയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെ നമ്മൾ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനുദാഹരണമാണ് സാമൂഹ്യ സേവനത്തിനായി, ചാരിറ്റി പർപ്പസിനായി ചില ആൾക്കാർ പ്രവർത്തിക്കുന്നത്, ചില പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ സാമ്പത്തികേതര പ്രവർത്തനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ്. ഒരൊറ്റ കാര്യമേ ഞാൻ ഇന്നിപ്പോ പറഞ്ഞോളൂ: ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു: സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമ്പത്തികേതര പ്രവർത്തനങ്ങളും. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നുകൂടി പറയാമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പറയാം. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടത്തിനല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. The activities of an individual without considering any monetary benefit എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കി പറയാം. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് some religious obligations, psychological sentiments and psychological satisfactions. ഇതിന്റെയൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക നേട്ടത്തിനല്ലാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആണ്. അടുത്ത ടോപ്പിക്കിൽ പോകണം. എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് പോയാൽ മതി, ഒരു ഡൗട്ടും ഉണ്ടാകുമ്പോൾ. കാരണം തുടക്കമൊക്കെ ആയതുകൊണ്ട് ഒരു പുതിയ ടോപ്പിക്കാണ്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ പഠിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായി തന്നെ നമുക്ക് ഇതിനെ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ
നമുക്ക് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണ്ട. സാമ്പത്തികേതര പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കെല്ലാം സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അവ എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ബിസിനസ്. രണ്ടാമത്തതാണ് പ്രൊഫഷൻ. മൂന്നാമത്തതാണ് എംപ്ലോയ്മെന്റ്. അപ്പോ എക്കണോമിക് ആക്ടിവിറ്റീസ് can be divided into 3. Economic activities can be divided into 3. 1. Business. 2. Profession. 3. Employment. അപ്പോ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നിങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3ആയി നമുക്ക് തിരിക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിൽ. ബാക്കിയുള്ളതൊക്കെ മലയാളം വാക്കുകൾ അത് തന്നെ, തൊഴിൽ എന്ന് പറയും. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നിങ്ങനെ 3ആയിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസിനെ തിരിക്കാം. ഈ 3ഉം എന്താണ്, 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, 3ന്റെയും പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ബിസിനസ് അല്ലെ. നമ്മളെ ബിസിനസ് സ്റ്റഡീസിന്റെ ഹെഡിങ് തന്നെയായി. ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ വാക്കുണ്ടായത് എങ്ങനെയെന്നറിയാമോ? ബിസിനസ് എന്ന് പറയുന്ന വാക്കുണ്ടായത് ബിസി എന്ന വാക്കിൽ നിന്ന് തന്നെയാണ്. എന്താ ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? നമ്മൾ വളരെ ബിസിയാണ് എന്ന് പറയാറില്ല. എന്താണ് നമ്മൾ വളരെ ബിസിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നമ്മൾ വളരെ തിരക്കുള്ള ആളാണ് അല്ലെ. അപ്പൊ തിരക്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയല്ലേ. ഒരു ബിസിനസ് സ്ഥാപനം വിജയിക്കണമെങ്കിൽ അവിടെ നല്ല തിരക്കുണ്ടാകണം. ബിസിനസ് എന്ന വാക്കുണ്ടായത് ബിസി എന്ന വാക്കൽ, ബിസിനെസ്, അതാണ് ബിസിനസ് ആയി മാറിയത്. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഞാൻ പറയാം. ഇറ്റ് ഈസ് ദ റെഗുലർ ആക്ടിവിറ്റീസ്. ദ റെഗുലർ ആക്ടിവിറ്റീസ്. എന്താ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തുടർച്ചയായുള്ള ആക്ടിവിറ്റീസ് ഓഫ് ആരുടെ? പീപ്പിൾ, ജനങ്ങളുടെ. റിലേറ്റഡ് ടു, ഏതുമായി ബന്ധപ്പെട്ട? റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, ഉൽപാദനം, ഓർ പർച്ചേസ്. ദ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കുക, ആൻഡ് സെയിൽ, കച്ചവടം. വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ്, ലക്ഷ്യത്തോടുകൂടി. വിത്ത് ദ ഒബ്ജക്റ്റീവ്, ലക്ഷ്യത്തോടുകൂടി. ഒബ്ജക്റ്റീവ് ഓഫ്, എന്താ ലക്ഷ്യം എന്നറിയാമോ? ഇതാണ് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ലക്ഷ്യം എന്ന് വേണമെങ്കിലും അത് പറയാം. ഏതാണെന്നറിയാമോ ഒരേ ഒരു ലക്ഷ്യം? ഏർണിംഗ് പ്രോഫിറ്റ്. ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി. എന്ത് ലക്ഷ്യത്തോടുകൂടി? ലാഭമുണ്ടാക്കുക, ഏർണിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി റെഗുലറായി ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ. ഒരു തവണ മാത്രം ചെയ്താൽ പോരാ, നിരന്തരം ആ പ്രവർത്തനങ്ങൾ ചെയ്യണം. എന്തൊക്കെ പ്രവർത്തനങ്ങളാ? റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, ഉൽപാദനം, ഓർ പർച്ചേസ്, എന്തെങ്കിലും മേടിക്കുക, ആൻഡ് സെയിൽ, വിൽക്കുക, വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അവിടെ പറയാം, ലാഭമുണ്ടാക്കണം എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി
ലാഭമുണ്ടാക്കണം എന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടി ഉൽപാദനം, വാങ്ങൽ, വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെടുന്ന തുടർച്ചയായ പ്രവർത്തനത്തെയാണ് ബിസിനസ് എന്ന് പറയുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം തന്നെയാണ് ഈ റെഗുലർ എന്ന് പറയുന്നത്. റെഗുലർ ആക്ടിവിറ്റി ആയിരിക്കണം. ഇപ്പൊ എൻ്റെ ഒരു സാധനമുണ്ട്, ഞാനത് OLX എടുത്ത് വിൽക്കുന്നു. ഒരു തവണ ഞാൻ അങ്ങ് വിറ്റു, ഒരു മൊബൈൽ അങ്ങ് വിറ്റു പഴയതായപ്പോൾ. അതൊരു ബിസിനസ് അല്ല. അതേസമയം ഞാന് പഴയ മൊബൈലുകൾ പലയിടത്തു നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കടയിട്ട് ആ കടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വിൽക്കുകയാണെങ്കിൽ അതൊരു റെഗുലർ ആക്ടിവിറ്റി ആയി മാറും. ഇനി എന്തിനാ വിൽക്കുന്നത്? ഞാൻ 500 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടുവന്ന സാധനം ഞാൻ 500 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള വിലയ്ക്കോ വിറ്റാൽ ശരിയാവില്ല. ഞാനൊരു ലാഭം എടുത്തിട്ടായിരിക്കും വിൽക്കുന്നത്. എന്തിനാ? എന്റെ ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും പരമാവധി ലാഭം ഉണ്ടാക്കുക. അപ്പൊ ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടുമോ അവിടുന്ന് മേടിച്ച് ഏറ്റവും മാക്സിമം എത്ര വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ആ വിലയ്ക്ക് ഞാൻ കൊടുക്കുമ്പോൾ എന്റെ ലാഭം കൂടും എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂടിയാണ് ബിസിനസ് ചെയ്യുന്നത്. അതെല്ലായ്പ്പോഴും വിജയമാകണം എന്നും ഇല്ല. അപ്പൊ എന്താണ് റെഗുലർ ആക്ടിവിറ്റി എന്നുള്ളതാണ് പറഞ്ഞത്. It is the regular activities of people. A second. Related to production or purchase and sale with the objective of earning profit. ലാഭമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ മേടിക്കുകയോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന നിരന്തര പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ബിസിനസ്, അല്ലെ? അപ്പൊ ബിസിനസിന് ഉദാഹരണം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ബിസിനസിന് ഉദാഹരണം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുണ്ട്, അല്ലെ? മാനുഫാക്ചറിങ് ഉൽപാദനമാണ്, അത് ബിസിനസ്സാണ്. മൈനിങ്, ഫാമിങ്, ട്രേഡിങ്, ഫിഷിംഗ്, ഇതെല്ലാം എന്താണ്? പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനം. അപ്പോ ഒരിക്കലും ഞാൻ പോയി കായലിൽ പോയി കുറച്ച് മീൻ മേടിച്ചോണ്ട് വന്നു, എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഞാനത് കുറച്ച് പൈസക്ക് കൊടുത്തു എന്ന് കരുതി അത് ഒരു ബിസിനസ് ആകുന്നില്ല. ആകണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ആഴ്ച ഒരിക്കലെങ്കിലും ഞാൻ റെഗുലറായി പോയി മീൻ മേടിച്ചുകൊണ്ട് വന്ന് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിലേ അത് എന്താകത്തുള്ളൂ. അതൊരു ബിസിനസ് ആക്കി മാറ്റിയോ എന്ന് ചോദിക്കില്ലേ? അപ്പൊ ബിസിനസ് ആക്കി മാറ്റണം. അപ്പൊ ആ ലക്ഷ്യം എന്തായിരിക്കണം? വേറെ ആൾക്കാർ, തൊട്ടടുത്തുള്ള ആൾക്കാർക്കല്ലേ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു, ആ കഴിച്ചോ, എന്റെ ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് അല്ല, അല്ലെ? അപ്പൊ ബിസിനസ് ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾ ആലോചിക്കണം. റെഗുലർ ആക്ടിവിറ്റി ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ഏർണിംഗ് പ്രോഫിറ്റ് ആയിരിക്കണം, ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരിക്കണം. ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവുകയാണ്. രണ്ടാമത്തത് പ്രൊഫഷൻ എന്നാണ്. പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത്. പ്രൊഫഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രൊഫഷണലായ ഒരാളെ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ പറയും? ഒരു പ്രൊഫഷണൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പറയും? അല്ലെ? ഡോക്ടർമാരെ നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയും, വക്കീലന്മാരെ നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയും, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയും, ടീച്ചേഴ്സിനെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയും. അപ്പൊ പ്രൊഫഷണൽസിന് വേണ്ട പ്രത്യേകത എന്താ? അവര് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിയിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. വൈദഗ്ധ്യം മാത്രമല്ല, അവർക്ക് കൃത്യതയാർന്ന പരിശീലനവും അറിവും ഉണ്ടായിരിക്കും. അപ്പൊ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രത്യേക തൊഴിലിൽ അയാൾക്ക് വളരെ വിദഗ്ധമായ വൈദഗ്ധ്യം അല്ലെങ്കിൽ നല്ലൊരു വൈദഗ്ധ്യം അതിലുണ്ടെങ്കിൽ നമ്മൾ അയാളെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷണലുകൾ. സാധാരണ അഭിഭാഷകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, നമ്മളെ വയർമാൻ, അല്ലെ, അങ്ങനെയുള്ള വയറിംഗ് ഫിറ്റിംഗ് ജോലികൾ ചെയ്യുന്നവര്, മെക്കാനിക്കുകൾ, അവരൊക്കെ
നമുക്ക് പ്രൊഫഷണൽസ് പറയാം. പക്ഷെ അവർക്ക് എന്ത് വേണം? വ്യക്തമായ വൈദഗ്ധ്യം വേണം. അതേപോലെ അതിലവർക്ക് അറിവും പരിശീലനവും ലഭിക്കണം. അപ്പോ പ്രൊഫഷൻ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പ്രൊഫഷൻ refers to an occupation, ഒരു ജോലിയാണ്, an occupation which requires എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്, which requires എന്തൊക്കെ വേണമെന്ന് അറിയാമോ? സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ. ട്രെയിനിങ് വേണമെങ്കിലും കൂടെ വയ്ക്കാം. അതിന് എക്സാമ്പിൾ ആണ് നമുക്ക് ധാരാളം പറയാനുള്ളത്. ഡോക്ടേഴ്സ്, lawyers, CAs, teachers, അല്ലെ? അവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. നമ്മൾ പറയും പ്രൊഫഷണലുകൾ എന്ന് വിളിക്കും. അപ്പോ രണ്ട് വാക്കുകൾ മനസ്സിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എക്കണോമിക് activities which are based on monetary benefit, non-economic activities which is not based on any monetary gain. അതവിടെ psychological satisfaction ആണ് പ്രാധാന്യം. Economic activities can be again divided into three. They are business, profession, employment. Business means it is a regular activity. Its object is earning profit. Profession means it needs specialized knowledge and skill. ഇതിന്റെയൊക്കെ എക്സാമ്പിളും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എംപ്ലോയ്മെന്റ് എന്താണെന്നാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ പോയി പേര് രജിസ്റ്റർ ചെയ്ത് കാണും ചിലതൊക്കെ അല്ലെ? എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തൊഴിൽ എന്ന് തന്നെയാണ്. അതിന്റെ മലയാളം തൊഴിൽ, ജോലി അല്ലെ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവ് വെച്ച് ഏതെങ്കിലും ജോലി വരുമ്പോൾ നമ്മൾക്ക് കാൾ ലെറ്റർ തന്ന് അവർ നമ്മളെ വിളിക്കും. താൽക്കാലികമായ ജോലിക്കായിരിക്കും വിളിക്കുക. താൽക്കാലിക ജോലി കുറെ നാൾ ചിലപ്പോൾ നമുക്ക് ചെയ്യുവാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെന്റ് നമ്മളെ സ്ഥിരപ്പെടുത്തി സ്ഥിര നിയമനമാക്കി മാറ്റും. അപ്പൊ അതിനാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എവിടെയെങ്കിലും ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യും. അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഹൈ സ്കില്ല് വേണം എന്നുള്ളതോ ഒരു പ്രൊഫഷണൽ നമ്മൾ ആയിരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ പോയി ശമ്പളത്തിന് വേണ്ടി, വേജസിന് വേണ്ടി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അങ്ങനെ സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കാര്യങ്ങളെ, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന, റെഗുലർ ബേസിസിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എംപ്ലോയേഴ്സ് എന്ന് വിളിക്കും. ആ രീതിയെ പറയുന്ന പേരാണ് എംപ്ലോയ്മെന്റ്. ആ രീതിയെ പറയുന്ന പേരാണ് എംപ്ലോയ്മെന്റ്. അപ്പൊ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു എ റെഗുലർ ആക്ടിവിറ്റി. ഇതെല്ലാം റെഗുലർ ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. ഫോർ ഗെറ്റിംഗ് സാലറി ഓർ വേജസ്. ശമ്പളമോ കൂലിയോ കിട്ടുന്ന ജോലികളെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുക. ഒരു ദിവസം പോയി ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിനെയും പറയത്തില്ല, റെഗുലർ ബേസിസ് തന്നെ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം, ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാം അതിന് ഉദാഹരണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ടീച്ചേഴ്സ് ഒക്കെ മാറി, ഡോക്ടേഴ്സ് ഒക്കെ റെഗുലർ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവരുടനെ എതിരോട്ട് മാറി, എംപ്ലോയ്മെന്റിലേക്ക് മാറി അല്ലെ? അതേപോലെ ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യുന്ന ഫാക്ടറി വർക്കേഴ്സ്
ഫാക്ടറി വർക്കേഴ്സ് അവരൊക്കെ കൂലി എന്നാ പറയുന്നത്. ഫാക്ടറി വർക്കേഴ്സിന് കിട്ടുന്നത് വേജസ് ആണ്, ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്നത് സാലറിയാണ്. അങ്ങനെ രണ്ട് പേരിൽ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോ ഇതെല്ലാം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു എ റെഗുലർ ആക്ടിവിറ്റി ഫോർ ഗെറ്റിംഗ് സാലറി ഓർ വേജസ്. സാലറി, ശമ്പളമോ കൂലിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളുടെ, ഒരു വ്യക്തിയുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് അഥവാ തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ, 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. 1 ബിസിനസ്, 2 പ്രൊഫഷൻ, 3 എംപ്ലോയ്മെന്റ്.